രാജ്യതലസ്ഥാനമായ ഡൽഹി ഇന്ന് സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ വശത്തു നിന്നും ചോദ്യങ്ങൾ മാത്രം ഉയരുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തള്ളപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന അതിശക്തമായ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോൾ, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കർഷക കൂട്ടായ്മകളും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജനാധിപത്യപരമായ സംവാദങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകൂടം ഇന്ന് ജനരോഷത്തിനു മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനെതിരെ കർഷക സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ മാർച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ദേശ് ബച്ചാവോ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ കിസാൻ ഘട്ടിലേക്ക് ആയിരക്കണക്കിന് കർഷകരാണ് ഇരച്ചെത്തുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ അതിർത്തികളിൽ കടുത്ത ഉപരോധമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹരിയാന അതിർത്തി വഴി പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് നിർദ്ദയം കസ്റ്റഡിയിലെടുക്കുകയും ഭവാന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ മുറകൾക്ക് മുന്നിൽ ഭയന്നു പിന്മാറാൻ കർഷകർ തയ്യാറല്ല. ഇതിൽ പ്രതിഷേധിച്ച് ഹിസാർ, ശംഭു തുടങ്ങിയ പ്രധാന ടോൾ പ്ലാസകൾ ഉപരോധിച്ചതോടെ ദേശീയപാതകളിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കോൺക്രീറ്റ് ബാരിക്കേഡുകളും ജലപീരങ്കികളും നിർത്തി ശംഭു അതിർത്തി അടയ്ക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്ന നടപടിയല്ല, മറിച്ച് ഭയന്നോടുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ലക്ഷണമാണ്. കർഷക സംഘടനകളുടെ ആശങ്കകളെയും എതിർപ്പുകളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അമേരിക്കൻ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങി കരാറുമായി മുന്നോട്ട് പോകാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം കടുത്ത രാജ്യദ്രോഹത്തിന് തുല്യമാണ്. സബ്സിഡികളുടെ ആനുകൂല്യത്തിൽ കുറഞ്ഞ വിലക്കെത്തുന്ന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണി കീഴടക്കുമ്പോൾ തകരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് കർഷകരുടെ ജീവിതമാണ്. കോർപ്പറേറ്റുകൾക്ക് വഴങ്ങി സ്വന്തം നാട്ടിലെ കർഷകരുടെ അപ്പത്തിൽ മണ്ണുവാരിയിടുന്ന ഭരണനയം മോദി സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. മറുവശത്ത് പരീക്ഷാ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ചൊല്ലി പ്രക്ഷോഭത്തിലുള്ള യുവതലമുറയെ പോലീസ് ലാത്തിയും കണ്ണീർ വാതകവും ഉപയോഗിച്ചാണ് അടിച്ചമർത്താൻ നോക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയും കർഷകരുടെ ജീവിതമാർഗവും ഒരേപോലെ അപകടത്തിലാക്കിയ ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ല. കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങളെയും നിഷ്കരുണം ചവിട്ടിമെതിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒടുവിൽ ജനരോഷത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ രണ്ട് പ്രക്ഷോഭങ്ങളും കൈകോർക്കുകയാണെങ്കിൽ അത് മോദി സർക്കാരിന്റെ പതനത്തിന് തന്നെ വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അധികാരം കൊണ്ട് ജനശബ്ദത്തെ എന്നേക്കുമായി അടിച്ചമർത്താമെന്നത് ഭരണാധികാരികളുടെ വെറും മിഥ്യാധാരണ മാത്രമാണ്.